ഒരു ജാപ്പനീസ് മാംഗ ആർട്ടിസ്റ്റിന്റെ പ്രവചനത്തിന്റെ കുരുക്കിലാണ് ജപ്പാനും ചൈനയും തായ്വാനുമൊക്കെ. പ്രവചനമാണ് മേഖലയിലാകെ ഭീതിയും ആശയക്കുഴപ്പവും ഉണ്ടാക്കിയത്. ഈ വർഷം ജൂലൈ 5-ന് പുലർച്ചെ 4:18 വലിയൊരു പ്രകൃതി ദുരന്തം സംഭവിക്കും എന്നാണ് റിയോ തട്സുകിയുടെ പ്രവചനം. കോവിഡ് വ്യാപനവും 2011-ലെ സുനാമിയുമൊക്കെ നേരത്തെ തട്സുകി പ്രവചിച്ചിട്ടുണ്ട് എന്നാണ് ഇവരുടെ ആരാധകരുടെ വാദം. ഇവരുടെ ഫ്യൂച്ചർ ഐ സോ എന്ന കൃതിയിലൂടെയാണ് ഇത്തരം പ്രവചനങ്ങൾ നടത്താറ്. 2011-ലെ ഭൂകമ്പവും അതേ തുടർന്നുണ്ടായ സുനാമിയും ഇവരുടെ കൃതിയുടെ കവർ പേജിൽ തന്നെ രേഖപ്പെടുത്തിയിരുന്നു. അതിൽ പറയുന്ന ദിവസം തന്നെയാണ് അതിൽ വിശദീകരിച്ചതുപോലെ ദുരന്തമുണ്ടായത്. ഇത് സത്യത്തിൽ പ്രിന്റ് ചെയ്തത് 1999-ലായിരുന്നു. 2011-ലെ ദുരന്തത്തിന് പിന്നാലെ ഈ കൃതി വളരെ വേഗം ജപ്പാനിൽ ചൂടപ്പം പോലെ വിറ്റഴിഞ്ഞു തുടങ്ങി. തട്സുകി കാണുന്ന സ്വപ്നങ്ങളെ ആസ്പദമാക്കിയാണ് 1999-ൽ ഇവർ തന്റെ കൃതി പുറത്തിറക്കിയത്. ഇതിൽ അവർ പലപ്പോഴായി കണ്ട സ്വപ്നങ്ങളാണ് രേഖപ്പെടുത്തിയിരുന്നത്. അതിന്റെ കവർ പേജിലായിരുന്നു 2011-ലെ ദുരന്തത്തെപ്പറ്റി പറഞ്ഞിരുന്നത്. ഈ കൃതിയിൽ ആകെ 15 സ്വപ്നങ്ങളെപ്പറ്റിയാണ് പറയുന്നത്. അതിൽ 13 ഇതുവരെ സത്യമായതായി ഇതിന്റെ ആരാധകർ വാദിക്കുന്നു. ഡയാന രാജകുമാരിയുടെ ദാരുണമായ മരണവും കോവിഡ് വ്യാപനവുമൊക്കെ അതിൽ പരാമർശിച്ചിരുന്നു എന്നാണ് വാദം. ഇതിന് ശാസ്ത്രീയമായ അടിത്തറയൊന്നുമില്ലെങ്കിലും ഇന്റർനെറ്റിൽ ജൂലൈ 5-ന് നടക്കാൻ പോകുന്ന ദുരന്തത്തെപ്പറ്റിയുള്ള ചർച്ചകൾ കൊടുങ്കാറ്റുപോലെ ശക്തി പ്രാപിച്ചു. ആളുകൾ ഭയജഗതരായി. ഇതോടെ ജപ്പാൻ, ഹോങ്കോങ്, തായ്വാൻ തുടങ്ങി ജപ്പാനും ചൈനയ്ക്കുമിടയിലുള്ള യാത്രകൾ ആളുകൾ ഒഴിവാക്കി. അന്നേ ദിവസം ബുക്ക് ചെയ്തിരുന്ന പല യാത്രകളും റദ്ദാക്കി. ഇതോടെ ഇരു രാജ്യങ്ങളിലെയും വിനോദസഞ്ചാര മേഖലയെ പുതിയ പ്രവചനം ബാധിച്ചിട്ടുണ്ട്. റിയോ തട്സുകിയുടെ ബുക്കിലുള്ള ഒരു പ്രവചനം ഇങ്ങനെയാണ്: ജപ്പാനും ഫിലിപ്പൈൻസിനുമിടയിൽ കടൽ തിളച്ചുമറിയും. ഇത് 2025 ജൂലൈ 5-ന് പുലർച്ചെ 4:18 സംഭവിക്കുമെന്നാണ് ബുക്കിലുള്ളത്. ഇതിനെ പലതരത്തിലാണ് ആളുകൾ വ്യാഖ്യാനിക്കുന്നത്. സമുദ്രത്തിനടിയിൽ ഭൗമാന്തർഭാഗത്തു നിന്നുള്ള ലാവ പുറത്തേക്ക് വരുന്നതിനെപ്പറ്റി ആകാമെന്ന് ചിലർ പറയുമ്പോൾ, അതല്ല, അതൊരു വലിയ ഭൂകമ്പത്തിന്റെ സൂചനയാകാമെന്നാണ് ചിലർ വാദിക്കുന്നത്. കടൽ തിളച്ചുമറിയണമെങ്കിൽ അതൊരു വലിയ ഭൂകമ്പവും അതിനെ തുടർന്നുണ്ടാകുന്ന സുനാമിയുടെയും സൂചനയാണെന്ന് ചിലർ വ്യാഖ്യാനിച്ചു. ഇതോടെ കാര്യങ്ങൾ കൈവിട്ടു. ഇന്റർനെറ്റിൽ ആകെ ജൂലൈ 5 ഡിസാസ്റ്റർ, റിയോ തട്സുകി പ്രവചനം തുടങ്ങിയ ഹാഷ്ടാഗുകൾ നിറഞ്ഞു. ആളുകൾ വല്ലാതെ പേടിച്ചു. ചൈന, ജപ്പാൻ, തായ്വാൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്കുള്ള മുൻകൂട്ടി ബുക്ക് ചെയ്തിരുന്ന ആ ദിവസങ്ങളിലെ വിനോദസഞ്ചാരയാത്രകൾ 80% റദ്ദായി. ഇത്തരത്തിലൊരു ദുരന്തമുണ്ടാകുമെന്നതിന് യാതൊരു തെളിവുമില്ലെന്ന് സർക്കാർ വൃത്തങ്ങളും വിദഗ്ധരും വാദിക്കുന്നുണ്ടെങ്കിലും ഇനി ദുരന്തം സംഭവിച്ചാലോ എന്ന ഭീതി ആളുകളിലുണ്ട്.